നമസ്കാരം. സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരളം ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നിനെയാണ് ഇത്തവണ അണിനിരത്തിയത്. T20 ക്രിക്കറ്റിൽ ഇന്ത്യയിലെ എണ്ണപ്പെട്ട താരമായ സഞ്ജു സാംസണും പരിചയസമ്പന്നരായ നിരവധി പ്രമുഖ താരങ്ങളും കേരളത്തിനായി ഈ ഒരു മത്സരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ 5 മത്സരങ്ങളിൽ 4ലും വിജയിച്ച് കേരളം മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. നിർണായകമായ 6ാം മത്സരത്തിൽ ആന്ധ്രാപ്രദേശിനോട് ദയനീയമായി തോറ്റത് കേരളത്തിന്റെ നോക്കൌട്ട് പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. 18 പോയിന്റ് ഒരു ഓവറിൽ 87 ഓൾ ഔട്ട് ആയത് കേരളത്തിന്റെ നെറ്റ് റൺ റേറ്റിനെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. 5 മത്സരങ്ങൾ കളിച്ച ആന്ധ്ര 20 പോയിന്റുമായി ഗ്രൂപ്പ് ഇയിൽ 1ാം സ്ഥാനത്താണ്. ഇത്രയും കളികളിൽ നിന്ന് 16 പോയിന്റുള്ള മുംബൈ 2ാം സ്ഥാനത്തുണ്ട്. 6 മാച്ചുകളിൽ നിന്ന് കേരളത്തിനും 16 പോയിന്റ് ഉണ്ടെങ്കിലും 3ാം സ്ഥാനത്താണുള്ളത്. വരുന്ന മത്സരത്തിൽ ആന്ധ്രയോട് വിജയിച്ചിരുന്നുവെങ്കിൽ കേരളം അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടുമായിരുന്നു. കേരളത്തിന്റെ ഇനിയുള്ള സാധ്യത ആന്ധ്ര മുംബൈ ടീമുകളുടെ അവസാന മത്സര ഫലത്തെ ആശ്രയിച്ചിരിക്കും. ഗ്രൂപ്പിൽ നിന്ന് ആന്ധ്ര ക്വാർട്ടർ ഉറപ്പിച്ചു കഴിഞ്ഞു. അടുത്ത വ്യാഴാഴ്ച ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ആന്ധ്ര മുംബൈ മത്സരം നടക്കുന്നത്. ഈ മത്സരത്തിൽ മുംബൈ ജയിച്ചാൽ കേരളം ക്വാർട്ടർ കാണാതെ പുറത്താകും. അടുത്ത മത്സരത്തിൽ മുംബൈ തോറ്റാൽ കേരളത്തിനും അതുപോലെ തന്നെ മുംബൈക്കും 16 പോയിന്റ് വീതമാകും. അങ്ങനെ വന്നാൽ നെറ്റ് റൺ റേറ്റ് കൂടി പരിഗണിച്ചാകും 2ാം സ്ഥാനക്കാരെ നിർണ്ണയിക്കുക. നിലവിൽ മുംബൈക്ക് +1.330യും കേരളത്തിന് +1.018ുമാണ് നെറ്റ് റൺ റേറ്റ് ആയിട്ടുള്ളത്. ആന്ധ്രയോടുള്ള മത്സരത്തിലെ ബാറ്റിംഗ് പരാജയമാണ് കേരളത്തിന് വലിയ വിലയായത്. മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ കേരളത്തെ ബാറ്റിംഗിന് അയക്കാനുള്ള റിക്കി ഭൂയിയുടെ തീരുമാനം ശരിവെച്ചുകൊണ്ടാണ് പേസർ സ്റ്റീഫൻ ആക്രമണം തുടങ്ങിയത്. ഇന്ത്യൻ താരവും കേരള ക്യാപ്റ്റനുമായ സഞ്ജു സാംസണെ ആദ്യ ഓവറിൽ തന്നെ സ്റ്റീഫൻ ബുദ്ധിമുട്ടിച്ചു കളഞ്ഞു. ആദ്യ ഓവറിൽ തുടർച്ചയായ 4 പന്തുകളിൽ സ്വിംഗ് മനസ്സിലാകാനാകാതെ സഞ്ജു പതറുന്നതായിരുന്നു കണ്ടത്. 12 പന്തുകൾ നേരിട്ട് ഒരു ബൗണ്ടറി സഹിതം 7 റൺസുമായി സഞ്ജു KV ശശികാന്തിന്റെ പന്തിൽ പുറത്താവുകയായിരുന്നു. സർക്കിളിനുള്ളിൽ സ്റ്റീഫൻ ആയിരുന്നു ക്യാച്ച്. ഫോമിലായിരുന്ന രോഹൻ കുന്നുമേൽ ഇതിനു മുൻപ് 9 റൺസുമായി പുറത്തായിരുന്നു. നേരിട്ട് ആദ്യ പന്തിൽ സുദർശനെ സിക്സറിന് പായിച്ച് തുടങ്ങിയ ജലജ് സക്സേന 27 റൺസുമായി ടോപ്പ് സ്കോററായി. 7ാം വിക്കറ്റിൽ സക്സേന റൺഔട്ടായത് കേരളത്തിന്റെ പ്രതീക്ഷകൾ താർക്കുന്നതായിരുന്നു. ഇതോടെ 11.5 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 55 നിലയിലേക്ക് കേരളം വീഴുകയും ചെയ്തു. ഒടുവിൽ 18.1 ഓവറിൽ 87 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 18 റൺസ് എടുത്ത അബ്ദുൽ ബാസിത്താണ് കൂടുതൽ റൺസ് നേടിയ 2ാമത്തെ ആൾ. ആന്ധ്ര 88 റൺസ് വിജയലക്ഷ്യം 13 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ പൂർത്തിയാക്കുകയായിരുന്നു. ഓപ്പണർ ശ്രീകർ ഭരത് ആണ് ടോപ്പ് സ്കോറർ. എന്തായാലും ഭാഗ്യ നിർഭാഗ്യങ്ങൾ അനുസരിച്ചായിരിക്കും കേരളത്തിന്റെ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയുടെ അടുത്ത ഘട്ടം തീരുമാനിക്കുക.